നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ നമ്മുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറോദ നിഫ്റ്റി 1 ഡേ റേറ്റ് ലിക്വിഡ് ETF, ഇന്ത്യസ് ഫസ്റ്റ് ലിക്വിഡ് ഗ്രോത്ത് ETF. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ FD ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പം അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ഈ ഒരു ലിക്വിഡ് ഫണ്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് സെറോദ എന്ന കമ്പനിയുടെ ഒരു ലിക്വിഡ് ETF ആണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യസ് ഫസ്റ്റ് ലിക്വിഡ് ഗ്രോത്ത് ETF ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഗ്രോത്ത് ETF ഇല്ലായിരുന്നു. അപ്പോൾ സെറോദയാണ് പുതിയതായിട്ട് ഒരു 3-4 മാസം മുമ്പ് ഇങ്ങനെ ഒരു ഗ്രോത്ത് ETF നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ റിസ്ക് പാരാമീറ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് ലോ റിസ്ക് തരുന്നുണ്ട്. അത് തന്നെ ഈ ഒരു ETF വളരെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സെറോദ 1 ഡേ റേറ്റ് ലിക്വിഡ് ETFs എയിം ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി വിത്ത് ലോ റിസ്ക്. അപ്പോൾ നമുക്ക് ലോ റിസ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 1 ഡേ റേറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇൻവെസ്റ്റ് ഇൻ ഓവർനൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രൈ പാർട്ടി, റിപ്പോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, റിവേഴ്സ് റിപ്പോ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്. അതായത് നമ്മൾ ഈ ഒരു ലിക്വിഡ് ETF നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രൈ പാർട്ടി, റിപ്പോ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്കും അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലേക്കുമാണ് ആ ഒരു പൈസ പോകുന്നത്. അതുപോലെ തന്നെ ഇത് സിമ്പിളാണ്, എഫക്റ്റീവ് മെയിൻ ടു മാനേജ് ക്യാഷ്. നമുക്ക് ക്യാഷ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് സിമ്പിളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലിക്വിഡ് ETF ഇന്ത്യ പ്രൊവൈഡ്സ് കൺവീനിയൻസ് ഗ്രോത്ത് NAV. അത് ഇവിടെ NAV ഗ്രോത്ത് ആകുന്നുണ്ട് ഈ ഒരു ഫണ്ടിൻ്റെ. ഇതുവരെയുള്ള ലിക്വിഡ് ETF ഒരു പേരാണ് ലിക്വിഡ് ബീസ്. ഒരു ലിക്വിഡ് ETF ആണ് പണ്ടുണ്ടായിരുന്ന ലിക്വിഡ് ബീസ്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, വളരെ ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രൈസ് ഒരേ രീതിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന് പ്രൈസിന് മാറ്റങ്ങളില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ദിവസവും കിട്ടുന്ന ഡിവിഡൻറ്റുകൾ, അതാണ് നമ്മുടെ പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേസമയത്ത് ഈ ഒരു ETF പ്രത്യേകത എന്താണ്? ഈ ഒരു ETF പ്രൈസ് കൃത്യമായിട്ട് മുകളിലേക്ക് ഗ്രോത്ത് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഡിവൈഡിങ്, ട്രാക്കിംഗ് ആൻഡ് അഡീഷണൽ റിട്ടേൺ ടാക്സ് ഓൺലി നിന്ന് ETF സോൾഡ്. അപ്പം നമുക്കിവിടെ വായിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, മറ്റുള്ള ലിക്വിഡ് ബീസ് പോലെയുള്ള ലിക്വിഡ് ETFകൾ ഓരോ തവണ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും ആ ഒരു ഡിവിഡൻഡിൽ നിന്ന് അവർ ടാക്സ് ഗവൺമെൻറ് ഈടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ETF പ്രത്യേകത എന്താണ്? ഈ ഒരു ETF വിൽക്കുന്ന സമയം മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കുള്ളൂ. അപ്പോൾ അത് അഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ ഈ ETF മേ ബി ഗുഡ് ചോയ്സ് ടു സമ്മൺ. നമ്മുടെ കയ്യിൽ ഈ ഒരു ETF എപ്പോഴാണ് നമുക്ക് ബെനിഫിഷ്യലാണ്? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എക്സ്ട്രാ മണിയുണ്ട്, അതായത് നമുക്ക് FD ഇടാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു പൈസയുണ്ട്, പക്ഷേ നമുക്കറിയാൻ പറ്റില്ല ആ ഒരു എത്ര നാൾ കഴിയുമ്പോൾ ഈ ഒരു FD ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ട് ആവശ്യം വരുമായിരിക്കും. അപ്പോൾ അവിടെ FD ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ലിക്വിഡ് ETF വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് പീരീഡിൽ നമുക്ക് ലിക്വിഡിറ്റിയും ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഇതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ പേര് നമ്മൾ സെറോദ നിഫ്റ്റി 1 ഡേ റേറ്റ് ലിക്വിഡ് ETF എന്ന് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിൽ പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ലിക്വിഡ് കേസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. കൃത്യമായിട്ട് ഒരു സ്റ്റോക്ക് പോലെ തന്നെ ഈ ഒരു ETF ഷോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഈ ഒരു തുടങ്ങിയിട്ടൊരു 3-4 മാസമായിട്ടുള്ളൂ ഈ ഒരു ETF സെറോദ എന്ന കമ്പനി. അപ്പം നേരത്തെ ഇത് റൺ ആകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻഡെക്സ്. പക്ഷേ ഈ ഇടയ്ക്കാണ് ഇത് സെറോദ എന്ന കമ്പനി അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു ETF റൺ ആകാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ടോട്ടലായിട്ട് ടേൺ ഓവർ 1253 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ ഇത് ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ ഇയർലിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 0.26%. ഒത്തിരി അധികമല്ല, ചെറിയ എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. ഇവിടെ റിസ്ക് കാണാൻ പറ്റുന്നുണ്ട്, ലോ റിസ്ക്. ഇത് വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ലിക്വിഡ് ETF നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിക്വിഡ് ETFകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പം നമ്മൾ ലിക്വിഡ് ETF എന്നല്ല പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ഇതിൻ്റെ പേരെന്താണ്? ലിക്വിഡ് കേസ്. അതായത് ലിക്വിഡ് കേസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു സെറോദയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ETF പേര് എന്താണ്? ലിക്വിഡ് കേസ്. ഈ ഒരു ലിക്വിഡ് കേസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈസയിൽ 99.52% ഈ ഒരു ലിക്വിഡ് കേസിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്കിനി ട്രിപ്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രോഹിത്, പങ്കജ്. അപ്പോൾ രോഹിത്തിന് ഇന്ന് വൈകുന്നേരം 100 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ രോഹിത് എന്ത് ചോദിക്കുന്നു? പങ്കജിനോട് ചോദിക്കുന്നു. അപ്പോൾ പങ്കജ് പറയുന്നു, എനിക്കൊരു സൈക്കിള്
ഈടായിട്ട് തരിക എങ്കിൽ ഞാൻ 100 രൂപ തരാമെന്ന് പറയുന്നു. അപ്പോൾ പങ്കജിൻ്റെ അടുത്തായിട്ട് രോഹിത് സൈക്കിളുമായിട്ട് ചെല്ലുന്നു. പങ്കജ് സൈക്കിൾ മേടിച്ച് വെക്കുന്നു. അതിനുശേഷം തിരിച്ച് 100 രൂപ രോഹിത്തിന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പങ്കജ് ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞായിരുന്നു, നാളെ രാവിലെ ആകുമ്പോഴത്തേന് എനിക്ക് തിരിച്ച് തരണം, അതിനൊപ്പം തന്നെ എനിക്ക് 100 എന്നുള്ളത് 105 രൂപയായിട്ട് തിരിച്ചു തരണം എന്ന് പറയുന്നു. അപ്പം പിറ്റേ ദിവസം രാവിലെ ഈ ഒരു രോഹിത് 105 രൂപയായിട്ട് പങ്കജിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ആ ഒരു സൈക്കിൾ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടുപേരും ഹാപ്പിയാണ്. അതുപോലെ തന്നെ രോഹിത്തിന് പങ്കജിന് 5 രൂപയുടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് ട്രിപ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ട്രിപ്സ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രിപ്സിലേക്കാണെങ്കിൽ ആ ഒരു ട്രിപ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നു. ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസിലേക്ക് വന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതിന് പകരമായിട്ടുള്ള സെക്യൂരിറ്റീസ് ഈ ഒരു ട്രിപ്സിന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ലോഞ്ച് ചെയ്തത് ഇതിൻ്റെ ബേസ് ഡേറ്റ് എന്ന് പറയുന്നത് January 1, 2011 അപ്പോൾ അന്ന് തുടങ്ങിയത് 1000 എന്ന വാല്യൂവിലാണ്. ഇപ്പോൾ ആ ഒരു 2011 നിന്ന് അത് കൃത്യമായിട്ട്, അതായത് ഇത് വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ലാതെ കൃത്യമായിട്ട് മൂവ് ചെയ്താണ് മുകളിലേക്ക് പോകുന്നത്. നമുക്ക് ആവറേജ് റിട്ടേൺ എന്നുള്ളത് ഏകദേശം 6% സംതിങ് ആവറേജ് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 10,000 രൂപയാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഒരു 2011 നമുക്ക് ഏകദേശം 22,851 രൂപ ആയി കിട്ടിയേനെ കോമ്പൗണ്ടിങ്ങിലൂടെ. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലാണ് കിടന്നിരുന്നെങ്കിൽ അത് 15,940 എത്തുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നിഫ്റ്റി 1 ഡേ റേറ്റ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെറുതെ നമ്മുടെ ബാങ്കിൽ സർപ്ലസ് ആയിട്ട് പൈസ കിടക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിക്വിഡ് കേസ് വാങ്ങി നമ്മുടെ കയ്യിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് വിൽക്കാം. അപ്പോൾ അത്രയും ദിവസത്തെ ഒരു 6-6.5% എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു മാസമാണ് ഹോൾഡ് ചെയ്യുന്നത്, നമുക്ക് 0.5% സംതിങ് റിട്ടേൺ കിട്ടും. കൃത്യമായിട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ബെനിഫിഷ്യലാണ് സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ പൈസ ഇടുന്നതിനേക്കാളും. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ലിക്വിഡ് കേസ് എന്നാണ് ഇതിൻ്റെ പേര്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇത് എക്സസ് ക്യാഷ് ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഒരു പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു ഇടമാണ്. അതായത് പാർക്ക് ചെയ്യാം, നമ്മുടെ എക്സസ് ക്യാഷ് ഒരിടത്ത് പാർക്ക് ചെയ്യാം, അതിനുശേഷം ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് റിസ്ക്. ഇവിടെ നമുക്ക് വളരെ ഈ ട്രിപ്സ് പോലെയുള്ളൊരു ഗവൺമെൻറ് സെക്യൂരിറ്റിയിലേക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള നമുക്കൊരു ലോ റിസ്ക് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാൻ ബി യൂസ് ടു പ്ലേസ് മാർജിൻസ്. നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മാർജിൻ. അതായത് നമുക്ക് ഓപ്ഷൻ സെല്ലിങ്, ഓപ്ഷൻ ബൈയിങ്, അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ETF ലിക്വിഡ് കേസ് എന്ന ETF നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ETF നമുക്ക് ഈടായിട്ട് കൊടുത്തതിന് ശേഷം മാർജിനായിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങും അതുപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ്ങും ഇൻട്രാഡേ ട്രേഡിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മാർജിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പ്ലെഡ്ജിങ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി എക്സ്പെൻസ് റേഷ്യോ നമുക്ക് 0.23% ആണ്. നോ എക്സിറ്റ് ലോഡ്, നോ ലോക്ക് ഇൻ പീരീഡ്. അപ്പോൾ ഇത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചറാണ്. നമുക്ക് എപ്പോൾ വേണേലും ഇതിൻ്റെ അന്ന് എക്സിറ്റ് ആകും. നമുക്ക് അതിന് എക്സിറ്റ് ലോഡും മറ്റ് കോസ്റ്റുകളും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇത് ഫസ്റ്റ് ലിക്വിഡ് ഇന്ത്യ ഗ്രോത്ത് NAV ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതർ വൺ ഡേ ലിക്വിഡ് ETF ഡിക്ലെയർ ഡിവിഡൻഡ് ഡെയിലി ബേസിസിൽ മറ്റ് ലിക്വിഡ് ETFകളാണെങ്കിൽ ലിക്വിഡ് ബീസൊക്കെയാണ് ഡെയിലി ബേസിസിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം അത് റീഇൻവെസ്റ്റഡ് ഇൻ ടു ഫണ്ട്, അത് വീണ്ടും ഫണ്ടിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മറ്റ് ലിക്വിഡ് ETF-കളിൽ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ പ്രൈസാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ETF ക്രെഡിറ്റ് ആകുന്നത് മറ്റ് ലിക്വിഡ് ബീസ് പോലെയുള്ളത് അത് വീക്ക്ലി ബേസിസിലായിരിക്കും. ഈ ഒരു ETF-ൻ്റെ NAV ഗ്രോത്തിങ്, ബട്ട് അത് ബാക്കിയുള്ളതിൻ്റെ 1000 എന്ന പ്രൈസിൽ ഫിക്സ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ NAV ഗ്രോവിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഗ്രോവിങ് ആകുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരും. സെറോദ റിട്ടേൺ വിൽ ബി ടാക്സബിൾ വൺസ് ETF സോൾഡ്. ഈ ഒരു ETF-ൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ടാക്സബിൾ നമ്മൾ ഈ ഒരു ETF വിൽക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. മറ്റേതിൻ്റെ അകത്ത് എന്താണ്, ഓരോ തവണ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടാക്സ് കട്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു ബ്രോക്കറിലും ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനൊരു ഫണ്ട് കാണാൻ സാധിക്കും. ഇത് സെറോദയുടെ ലിക്വിഡ് ETF ആണ്. ഫസ്റ്റ് ഗ്രോയിങ് ലിക്വിഡ് ETF ആണ് ഇന്ത്യയിലെ. ഇത് ഏകദേശം മാർച്ച് സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇത് കൃത്യമായിട്ടൊരു
കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ തന്നെയാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു 100 എന്ന പ്രൈസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 100 എന്ന പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 102.48 എന്ന പ്രൈസിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് ഏകദേശം 2 രൂപ 48 പൈസയാണ് ഇൻക്രീസ് ചെയ്ത് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ. അപ്പം ഏകദേശം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 2.03% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഇപ്പം ഈ ഒരു മാസം നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ട് ക്യാഷ് ഉണ്ട്, നമുക്കറിയാൻ പറ്റില്ല ഇത് എത്ര നാൾ വരെ നമുക്കത് നമുക്ക് ആവശ്യം വരുമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വിൽക്കാം. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്കിത് ബൈ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിൽക്കുന്നു, നമുക്ക് ഇത്രയും പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് വളരെ മനോഹരമായിട്ട് എടുക്കാൻ സാധിക്കും. അത് 6% ആണ് നമുക്ക് ആനുവലൈസ്ഡ്. അപ്പോൾ നമുക്ക് FTയുടെ അടുത്ത് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്, ഈ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് ലോ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിലും ഓപ്ഷൻ ബൈയിങ്ങിലൊക്കെ നമ്മൾ മാർജിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു ഫണ്ട് നമ്മൾ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ETF തന്നെ നമ്മൾ ഈടായിട്ട് കൊടുത്തതിന് ശേഷം മാർജിൻ എടുത്ത് നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ലിക്വിഡ് ബീസ്, അതായത് നമ്മൾ സാധാരണ പണ്ടത്തെ ലിക്വിഡ് ബീസുകളൊക്കെ ആണെങ്കിൽ, ലിക്വിഡ് ETFകളാണെങ്കിൽ അതിൻ്റെ പ്രൈസ് 2021, 22, 23, 24 1000 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 1 രൂപ പോലും വ്യത്യാസം വന്നിട്ടില്ല. പകരം എന്താണ്, ഇതിൻ്റെ ഡിവിഡൻ്റാണ് ഇതിൻ്റെ അതായിട്ട് ആഡാകുന്നത്. ഓരോ തവണ ആഡാകുന്ന സമയത്തും നമ്മളിപ്പോൾ 1000 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ വർഷം 2024 ജനുവരിയിൽ മേടിച്ചെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേനും ഈ 1000 എന്ന ക്വാണ്ടിറ്റി ഡിവിഡൻഡ് ആഡായി ഇത് 1002ലേക്കും 1003ലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ 1000 ബൈ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത് നമുക്ക് കാണാൻ സാധിക്കും 0% ആണ് ഇതിൻ്റെ NAV ഗ്രോത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ETF വളരെ മനോഹരമാണ്, വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ETF ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അതിമനോഹരമായിട്ടുള്ള ETF-ൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ലൈവായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെയും. അപ്പോൾ അത് കുറേ പേര് പഠിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു. ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞ ലിക്വിഡ് കേസ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ETF-കൾ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ക്യാപിറ്റലുകൾ നമുക്ക് വേണമെങ്കിൽ ഈ ലിക്വിഡ് കേസ് എന്ന ഈ ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ETF-ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് ക്യാഷ് വേണ്ടത് ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ലിക്വിഡ് കേസ് പതുക്കെ വിൽക്കാം. അപ്പോൾ നമുക്ക് ETF ഷോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ലിക്വിഡ് കേസ് എന്ന ഈ ഒരു ലിക്വിഡ് ETF-ൽ നിന്ന് നമുക്ക് 6% എന്ന ആനുപാതികമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ 2-3 മാസമാണ് നമ്മൾ ഈ ഒരു സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ അതിനുള്ള ആ ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ETF ഷോപ്പ് എന്ന മെത്തേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലിക്വിഡ് കേസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കൂടുതലായിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക ഇത് ഉപകാരപ്രദമായെങ്കിൽ. ഓക്കെ, താങ്ക് യു.